ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഇതെൻ്റെ 4ാമത്തെ ട്രിപ്പാണ് KSRTCയിൽ. ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. 5:30 ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 5:15 തന്നെ സ്റ്റാൻഡിലെത്തി. ഇപ്രാവശ്യം ബസ് ഫുൾ ആൾക്കാരായിരുന്നു. ചോറ്റാനിക്കരയിൽ നിന്ന് തന്നെ 22 പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യം മിക്കവരും ഗ്യാങ്ങായിട്ടാണ് വന്നത്. അങ്ങനെ ബസ് കൃത്യം 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. 1-2 സ്ഥലത്ത് ഇടയ്ക്ക് നിർത്തി. അവിടെ നിന്നൊക്കെ ആളുകൾ കയറാനുണ്ടായിരുന്നു. വാഗമൺ പോയേക്കുന്നവര് ഒന്ന് കൈവെക്കാമോ? അതിനു മുമ്പ് മിക്കവരും പോയിട്ടുണ്ടാവണമല്ലോ. കോർഡിനേറ്ററിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ഓരോരുത്തർ സ്വയം പരിചയപ്പെടുത്തണം. ഫ്രണ്ടിലിരിക്കുന്ന 8 പേരും ടീച്ചേഴ്സാണ്. നമസ്കാരം, എന്റെ പേര് സുജിത. ഞാൻ പള്ളൂരിൽ വരുന്നു, കൊച്ചി. ഞങ്ങൾ എല്ലാവരും ഒരു ടീച്ചേഴ്സ് ആണ്. എടപ്പള്ളി അല്ല, കാക്കനാടില്. എടപ്പള്ളിയിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്കൂള്. അതിപ്പോ കാക്കനാടിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ KSRTC ട്രിപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം. താങ്ക് യു. 7:30 മണിയായപ്പോഴത്തേക്കും ബസ് കൂത്താട്ടുകുളത്ത് നിർത്തി. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയാണ് അവിടെ 10 മിനിറ്റ് നിർത്തിയത്. പിന്നെ ബസ് നിർത്തിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. ഒരാൾക്ക് ട്രിപ്പിന് 760 രൂപയായിരുന്നു രാവിലത്തെ ഭക്ഷണം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. കഴിക്കാനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാമായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, മുട്ടക്കറി, സ്റ്റൂ. അൺലിമിറ്റഡായിട്ട് എന്തോരം വേണമെങ്കിലും നമുക്ക് കഴിക്കാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് കുരിയാട് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ 10-15 മിനിറ്റോളം ചെലവഴിച്ചു. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. റോഡിൻ്റെ ഇരു സൈഡിലും മലകളാണ്. പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ മൊട്ടക്കുന്നിലെത്തി. ഇവിടെ 1 മണിക്കൂറാണ് ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. വാഗമണ്ണിലേക്ക് യാത്ര പോവുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മൊട്ടക്കുന്നാണ്. ചുരം കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യ കാഴ്ച നിരനിരയായി കിടക്കുന്ന മലനിരകളാണ്. ചെറുതും വലുതുമായ ഒരുപാട് കുന്നുകൾ നമുക്കവിടെ കാണാൻ പറ്റും. ഫോട്ടോ എടുക്കാനും കുടുംബസമേതം യാത്ര ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വാഗമണ്ണിലെ മൊട്ടക്കുന്ന്. ഞങ്ങൾ പോയ ദിവസം ഭയങ്കര വെയിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ മൊട്ടക്കുന്നിൻ്റെ പുറത്ത് കുറേ നേരമൊക്കെ ഇരിക്കാൻ തോന്നും. ഞങ്ങൾ കുറച്ച് നേരം മുന്നോട്ട് പോയി. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാനില്ല. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്കായിപ്പോയി. നട്ടുച്ച വയലും കുന്നുകയറ്റും എല്ലാം കൂടിയായിട്ട് ഞാൻ അങ്ങോട്ട് വിഷമിച്ചു പോയി. എല്ലാ കുന്നും ഏകദേശം ഒരേപോലെയല്ല ഇരിക്കുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത്, വഴി ഏതാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 ആൺപിള്ളേർ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ഒന്നാമത് എനിക്ക് ചെറിയൊരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഈ കുന്നുകയറ്റവും കൂടി ആയപ്പോഴത്തേക്കും ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് കൂടി. അടുത്തതായിട്ട് പോകുന്നത് പൈൻ വാലിയിലേക്കാണ്. വാഗമണിലെ പൈൻ വാലി എന്നത് അതിമനോഹരമായ പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകണമെന്നറിയില്ല. ഇവിടെ നിന്ന് പോരാൻ തന്നെ തോന്നില്ല. തെന്നും അധികം നടക്കും. നല്ല തണുപ്പാണ് ഇവിടെ. കല്ലൊക്കെ വഴുക്കലുണ്ട് നന്നായിട്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്നാൽ മതിയാവില്ല. അത്ര നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമ കിട്ടും.
ഇത് സ്വാഭാവിക മരമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുപിടിപ്പിച്ച മനുഷ്യനിർമ്മിതമായ വനമാണ്. വാഗമണ്ണിൽ പൈൻ വാലി എന്ന പേരിൽ പ്രധാനമായും ഒന്നേയുള്ളൂ. അത് വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്നാൽ ഇതിനെ അപ്പർ പൈൻ വാലി, ലോവർ പൈൻ വാലി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ച് കാണിക്കാറുണ്ട്. ഇത് റോഡിൻ്റെ 2 വശങ്ങളിലായിട്ടാണ്. ആദ്യം കാണിച്ചത് റോഡിൻ്റെ ഒരു സൈഡാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സൈഡാണ് ഈ കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ വാഗമണിലെ പൈൻ വനങ്ങൾക്ക് പേരുകേട്ടതാണ്. ശരാശരി 15 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള അപൂർവ പൈൻ വനമാണ് ഇവിടെയുള്ളത്. വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പോകാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ് ഫുള്ളായിരുന്നു. ഇതിനു മുമ്പ് വന്ന ടൂറിസ്റ്റുകളും അല്ലാണ്ട് വരുന്ന ആൾക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ഭക്ഷണത്തിൻ്റെ പൈസ ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ വെച്ച് തന്നെ കൊടുത്തിരുന്നു. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടി. ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയാണ്. എല്ലാവരും പല പല സ്ഥലങ്ങളിൽ കിട്ടിയ ഗ്യാപ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഊണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയത് കൊച്ചു കരിന്തരുവി എന്ന സ്ഥലത്താണ്. ഇത് വാഗമൺ ഏലപ്പാറ റൂട്ടിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഇത് മനോഹരമായ കാഴ്ചകളും ഹരിതഭംഗിയും നിറഞ്ഞ ഒരു വഴിത്താരയാണ്. പലപ്പോഴും വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരിടമാണിത്. ഇത് പ്രകൃതി രമണീയമായ ഒരനുഭവമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മനോഹരമായ കാഴ്ചകൾ കാണാനും പറ്റിയ ഒരു സ്ഥലമാണിത്. അടുത്തത് പരുന്തുംപാറയാണ്. ഇവിടെ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഗവിയിൽ പോയപ്പോൾ ഇവിടെ കയറിയിരുന്നു. അന്ന് ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയിരുന്നു. തണുപ്പ് കൊണ്ട് പല്ലൊക്കെ കൂട്ടിയിടിക്കുമായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മകൻ തന്നെ കയറും. അവന് നല്ല ഹൈറ്റാണ്. എനിക്ക് പണിയായിരുന്നു. മകനാണ് എന്നെ മുകളിൽ കയറ്റി ഇരുത്തിയത്. അടുത്ത ഡെസ്റ്റിനേഷൻ പാഞ്ചാലിമേടാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി റോഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനും കാഴ്ച ബംഗ്ലാവുമാണ് ഇവിടെ. ഇത് പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാലും പ്രകൃതി ഭംഗി, തണുത്ത കാലാവസ്ഥ, പച്ചപ്പ് എന്നിവയാലും പ്രശസ്തമാണ്. ഇവിടെ പാണ്ഡവന്മാർ ഒളിവിൽ താമസിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡവർ താമസിച്ചപ്പോൾ ആദിവാസികൾക്ക് അവർ നൽകിയ ദുർഗാദേവിയുടെ വിഗ്രഹം പിന്നീട് വള്ളിയാങ്കാവ് ക്ഷേത്രത്തിലേക്ക് മാറ്റിയെന്നും പാഞ്ചാലിമേട് ദേവിയുടെ മൂലസ്ഥാനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മകരസംക്രാന്തി ദിവസം ശബരിമല പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി കാണാൻ ഭക്തർ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 7 മണിയൊക്കെ, അതുകൊണ്ട് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾ ഇവിടെ കുരിശിൻ്റെ വഴി നടത്താറുണ്ട്. മഴ ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ പെട്ടുപോയി. 1.5 മണിക്കൂറിലധികം ഇവിടെ ഞങ്ങൾ നിൽക്കുമായിരുന്നു. പാണ്ഡവരും പാഞ്ചാലിയും വസിച്ചിരുന്നു എന്ന വാദത്തിനു ബലമേകുന്ന കാഴ്ചകളും വിശ്വാസങ്ങളും ഇവിടെ ഒരുപാടുണ്ട്. പാഞ്ചാലിക്കുളം, ആനക്കല്ല്, ഗുഹ, അടപ്പുകല്ലുകൾ എന്നിങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഓരോന്നിനും ഓരോ കഥകളും സ്വന്തമായുണ്ട്. പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകളാണ് അടപ്പുകല്ലുകൾ എന്നറിയപ്പെടുന്നത്. പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം, അവർ താമസിച്ചിരുന്ന ഗുഹ, പാണ്ഡവ ഗുഹ എന്നിവയൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഉള്ള 2 കുന്നുകളിൽ ഒന്നിൽ കുരിശുമലയായി കരുതി വിശ്വാസികൾ ആരാധനകൾ നടത്താൻ എത്താറുണ്ട്. മറ്റേ കുന്നിൽ ശ്രീ ഭുവനേശ്വരിയുടെ ക്ഷേത്രവും അടുത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. മഴ മാറുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. 7:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. 9 മണിയായപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി. ഈ ഹോട്ടലിൽ തന്നെയാണ് ഗവിയിൽ പോയപ്പോഴും ഞങ്ങൾ കയറിയത്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഒരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.